നെസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 കിലോ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും വീട്ടിൽ വല്ല പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുകയും ചെയ്യാം. കൂടാതെ നമുക്ക് ഇത് സെയിൽ ചെയ്തിട്ട് നല്ല വരുമാനം കൂടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഏത് അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യത്തിനുള്ള അളവുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. 3 കിലോന് ഒരു 600 ഗ്രാം തക്കാളി, പിന്നെ അതേപോലെ ഒരു 50 ഗ്രാം ഇഞ്ചി, 4 വലിയ ഉള്ളിയാണ് കേട്ടോ. ഇടത്തരം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ഞാൻ 1 കിലോ ബിരിയാണിക്ക് എടുക്കൽ. പിന്നെ അതേപോലെ 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി. 50 ഗ്രാമിൽ ചിലപ്പോൾ കുറത്തിരി അധികം ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 150 ഗ്രാം ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണീൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് ആ ചെറിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, അതൊക്കെ ഞാൻ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ തീർന്നാൽ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കും, അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കും. പിന്നെ അതേപോലെ ഒരു പാക്കറ്റ് തൈര്, അത് നമുക്ക് കൊടുക്കാനും പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാനും കൂടി ഉള്ളതാണ് കേട്ടോ, നമ്മളെ മസാലയിലേക്ക്. പിന്നെ 500 ഓയിൽ, പിന്നെ 200 ഡാൽഡ, പിന്നെ 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 50 ഗ്രാം മുന്തിരി, പിന്നെ ഒരു 75 ഗ്രാമിൻ്റെ അടുത്ത് ഈ RKG പോലത്തെ നല്ല നെയ്യ്. ഞാനിതൊക്കെ ഒരു കൈയളവായിട്ടാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിലുള്ള അളവ് പറഞ്ഞിട്ടുള്ളത്. 3 കിലോ അരിക്ക് 3 കിലോ ചിക്കൻ തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ചിക്കന് 1 കിലോ 12 പീസാണ് ഞാൻ മുറിച്ചെടുക്കൽ. അതാവുമ്പോൾ ചെറിയ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള പീസാകുമ്പോൾ എരിവും പുളിയും ഉപ്പും ഒക്കെ നല്ല പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വലിയ പീസാകുമ്പോൾ പ്രശ്നമാണ് കേട്ടോ, പെട്ടെന്ന് നമ്മൾ എരിവും പുളിയൊന്നും അതിൽ പിടിക്കൂല. പിന്നെ പുറത്തുനിന്ന് കഴുകുന്നതിന് കൊണ്ട് തന്നെ അതിൻ്റെ തൊലിയും അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കുകളൊക്കെ ഉണ്ടാവില്ലേ ചിക്കൻ്റെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോന്നായിട്ട് ആദ്യം തന്നെ വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആ വേസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇടാതെ ഞാൻ ഒരു ചിരട്ടയിലാക്കി വെച്ചാട്ടോ, അല്ലെങ്കിൽ പുറത്തൊക്കെ തിരുമ്പിട്ടയിലൊക്കെ കാക്ക വന്നിരുന്ന് ആകെ വൃത്തികേടാക്കും. ആദ്യം ഇത് കുറച്ച് സമയം ഒരു ക്ലീൻ ചെയ്യാൻ ഇത്തിരി പാടുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ പീസ് എടുത്തിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ക്ലീൻ ചെയ്ത് ഒറ്റ പ്രാവശ്യം ഓരോന്ന് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു 3-4 വട്ടം നല്ല രീതിയിൽ തന്നെ കൈ വെച്ച് ഒലിമ്പി കഴുകണം കേട്ടോ ആ ചിക്കന്. പിന്നെ പുറത്ത് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ അധികം വെക്കൽ. ഇങ്ങനെ ഇതേപോലത്തെ വിറകടുപ്പിൽ ബിരിയാണി വെക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക, എല്ലാ ഭാഗത്തും ആ വേവൊക്കെ എത്തുക. ഗ്യാസുമ്മലാകുമ്പോൾ കുറേ ഗ്യാസ് ആവുന്നുള്ളൂ. പിന്നെ എല്ലാം കുഴപ്പമൊന്നുമില്ല. വലിയ പാത്രമൊക്കെ വെക്കുമ്പോഴാണ് പ്രശ്നം. ചെറിയ പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ ഗ്യാസ് തന്നെ നല്ലത്, ചെറിയ അടുപ്പ് കിട്ടും, അല്ലെങ്കിൽ വലിയ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുക. പിന്നെ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ മസാല ഉണ്ടാക്കൽ. ആ മസാലയിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 കിലോയിലേക്ക് ഒരു 600 ഗ്രാം ഓയിലും, പിന്നെ അതേപോലെ ഒരു 100 ഗ്രാം ഡാൽഡയാണ് കേട്ടോ ചേർക്കുന്നത്. ഡാൽഡ ചേർക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലൊക്കെ പറയും, പക്ഷേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. വല്ലപ്പോഴും ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കുറച്ച് ഇത് വാടി വരുമ്പോഴേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പ് തന്നെയാണ് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിനില, കുറച്ചധികം കറിവേപ്പിനില എടുക്കുക. പിന്നെ ഈ ഒരു അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അത്യാവശ്യം പുളിയൊക്കെ ഇതിനുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും കേട്ടോ നല്ല പഴുത്തതാവുമ്പോൾ. നല്ലോണം ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മെയിനായിട്ട് ഈ മസാലകളുണ്ടല്ലോ, ഉള്ളിയൊക്കെ നല്ലോണം വാടണം കേട്ടോ, അപ്പോഴാണ് നമ്മൾ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ വെളുത്തുള്ളി അത്രയും എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടാവും. നല്ല എരിവുള്ള ഉണ്ട പച്ചമുളകാണ് കേട്ടോ അത്. ഇവിടെ മുറ്റത്ത് ചാമ്പൊക്കെ പറിക്കാൻ വന്ന കുട്ടികളെ കൊണ്ടാണ് ഈ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ചുവന്നുള്ളി ചതച്ചതും നമ്മൾ ചേർക്കേണ്ടത്. പിന്നെ ഇഞ്ചി അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറഞ്ഞൊരു ഭാഗം ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്കൊരു ഏകദേശം നമ്മൾ വെച്ച് നമുക്കൊരു ഏകദേശം അളവ് മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ രുചിച്ച് നോക്കിയിട്ട് അതിൽ കുറവ് എന്തുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഒരു 1-1.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ, അതാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചാൽ ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരണമെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും കേട്ടോ. നമ്മുടെ മസാല കുറച്ച് വെള്ളം പോലെ ഒരു ലൂസായിട്ടുള്ള ഗ്രേവി പോലെയാണ് വേണ്ടിയത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അടി പിടിക്കുക ടേസ്റ്റ് കൂടുകയേ ചെയ്യുള്ളൂ കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ. പിന്നെ ഈ ഒരു 3 കിലോ പിന്നെ ചിക്കൻ്റെ മസാലയിലേക്ക് ഒരു 2 ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഇനി 1.5 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരുപാട് പുളി ആവണ്ട. പിന്നെ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകം പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിലുള്ള ചിക്കൻ മസാലപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിലുള്ള പിന്നെ ഗരം മസാലപ്പൊടി അല്ല, ഈ വലിയ ജീരകത്തിൻ്റെ പൊടി. ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ
അര ടീസ്പൂൺ അളവുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത്. മഞ്ഞൾപ്പൊടി കൂടുതൽ ഇടലില്ല കേട്ടോ അവിടെ. പിന്നെ കുറച്ചും കൂടി ഉപ്പ് വേണം തോന്നിയപ്പോൾ ഉപ്പിട്ട്. പിന്നെ അതിലേക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു 200 ഗ്രാമിൻ്റെ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിൽമൻ്റെ തൈരാണ്, അത്യാവശ്യം പുളിയുള്ളതിനാണ്. അതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതാ കുറച്ച് ഒരു 1.5 ടീസ്പൂണ്, ഒരു 1.25 ടീസ്പൂൺ 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് മസാലപ്പൊടി ഇട്ടിട്ടുണ്ടോ, മല്ലിപ്പൊടി, വറുത്ത മല്ലിപ്പൊടി പൊടിപ്പിച്ചത്. പിന്നെ അതിലേക്ക് കുറച്ചധികം മല്ലിയിലയും കുറച്ച് പുതിനയും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അത് കണ്ടില്ല, ചിക്കനൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വരും. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും വീണ്ടും ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള RKG ഇല്ലേ, RKG മിൽമ നെയ്യോ അത് അങ്ങനത്തെ നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും ഇതാ അരി നോക്കാം കേട്ടോ നമുക്ക്. ഇത് റോസ് കൈമാണ്, ഫസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ അത്. ഇപ്പോൾ അത്യാവശ്യം വില, ആദ്യം ഇതിൻ്റെ ഇടക്ക് 220 ആയിന്, ഇപ്പോൾ 190 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വില ഇത്തിരി കുറയും കൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വർണ്ണത്തിൻ്റെ വില പോലെ തന്നെയാണ് കൈമേൻ്റെ വിലയും. പക്ഷേ കൈമ റൈസ് ഇട്ട് വെക്കുമ്പോഴാണ് എനിക്കൊരു തൃപ്തി ഉണ്ടാവുക. റൈസ് നല്ലതായിരിക്കും, നല്ല സോഫ്റ്റും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ റൈസ് വേവിക്കാനായിട്ട് കുറച്ചധികം വലിപ്പമുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലും കുറച്ച് നെയ്യും, ഒരു 50 ഗ്രാം നെയ്യ്, 100 ഗ്രാം നെയ്യേ ഞാനിതിൽ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ, ഡാൽഡ. അപ്പോൾ അതിലേക്ക് കുറച്ച് പിന്നെ നെയ്യ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടായിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കിലോ അരിൻ്റെ ബിരിയാണിയാണ് നിങ്ങൾ വെക്കണമെങ്കിൽ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം കേട്ടോ. ഇപ്പോൾ ഇവിടെ 3 കിലോ ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഇരട്ടിയല്ല, ഇരട്ടിന് ഒരു 1/4, 2 എണ്ണം വെക്കുന്നിടത്ത് 1/4 വെള്ളമാണ് കേട്ടോ വെക്കുന്നത്. 1 കിലോനാകുമ്പോൾ ഇരട്ടി വെക്കണം. പിന്നെ അതായ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 5-6 പച്ചമുളക്, ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നാരങ്ങനീര് തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആ നാരങ്ങനീര് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഊറ്റി നല്ലോണം കുറച്ച് സമയം മുമ്പേ തന്നെ ഊറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും ഈ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ. ഈ വെന്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, എങ്കിൽ തന്നെ ഉള്ളൂ അരി എല്ലാ ഭാഗത്തും വേവാകുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഒരു 90%, 3/4 പോരാ, ഒരു 90% വേവാകുമ്പോൾ നമ്മൾ ഇറക്കി വെച്ചാൽ അതിൽ തന്നെ ഉണ്ട് കുറച്ചും കൂടി വേവ് വരും. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ ഇറക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാ ഫുൾ വെന്ത് ഇറക്കി വെക്കണ്ട. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇരുന്നിട്ടൊരു വേവാനുണ്ടാവും. പിന്നെ നമ്മളെ ദമ്മിലും കുറച്ച് വേവുമല്ലോ, അപ്പോൾ ഒരുപാട് വേവായിപ്പോവും, വേവ് കൂടിപ്പോവും. അപ്പോൾ അതൊന്ന് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതാ മസാലയും റൈസൊക്കെ കൂടി ദമ്മിടാൻ വേണ്ടി ഞാൻ ചെമ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് കൊടുക്കുന്നതിനോണ്ട് തന്നെ ഞാൻ മസാല ഉണ്ടാക്കിയ ചെമ്പിലല്ല കേട്ടോ, ചെമ്പൊന്ന് മാറ്റും. എന്താ വെച്ചാൽ അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും ഒരു ഇത്തിരി ചിലപ്പോൾ തീയിൻ്റെ ഒരു ഇതുകൊണ്ട് അടി പിടിക്കും. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റുള്ള ചെമ്പന്നെ എടുക്കണം കേട്ടോ. പിന്നെ അതാ ഒരു ലെയർ ചോറിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ റോസ് വാട്ടർ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ചേർക്കണമെന്ന്. പക്ഷേ ഈ ചോറ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലിനാണ് നമ്മൾ കുറച്ച് പച്ചവെള്ളത്തിൽ ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കേണ്ട. പിന്നെ നമ്മൾ അണ്ടി, മുന്തിരി, ഉള്ളിയൊക്കെ പൊരിച്ച ആ ഒരു ഓയിലുണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇനി കൂടുതൽ വേണം തോന്നുകയാണ് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സെയിൽ ചെയ്യുന്നതിനോട് തന്നെ ഒരുപാട് നമ്മൾ ഒഴിച്ചു കൊടുക്കലില്ല കേട്ടോ, ഒരു പാകത്തിന്. അവർക്ക് ചോറ് ടേസ്റ്റ് ഉണ്ടായാൽ മതി. വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ നെയ്യോ ഓയിലോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ ചിലവർ പറയും കേട്ടോ നെയ്യ് കുറയ്ക്കാൻ, ഓയിലൊക്കെ കുറയ്ക്കാൻ പറയും, അങ്ങനെ അത് ചെയ്യലുണ്ട്. പിന്നെ നമ്മൾ ആ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അണ്ടി, മുന്തിരി അതൊക്കെ ഉണ്ടല്ലോ, അത് ഉള്ളിയും മല്ലിയിലൊക്കെ കൂടി അതിൻ്റെ മേലെ വിതറി കൊടുത്തിട്ട് വീണ്ടും അടുത്ത ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് മൈദ വെച്ചിട്ട് അതൊന്ന് ഒട്ടിക്കണം കേട്ടോ. ഇക്കാക്കാണ് ഇപ്പോൾ മൈദ ഒട്ടിച്ചത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്, കുറച്ച് അധികമായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അടിയിലെ കനൽ എടുത്തിട്ട് മേലെ ഇട്ട് അടിയിൽ ഓലക്കണ്ണിയാണ് കേട്ടോ കത്തിച്ച് കൊടുക്കുന്നത്. ഒന്ന് പാളിച്ചാൽ മതി, ഒരുപാട് കത്തിക്കേണ്ട, അടി പിടിക്കും. അപ്പോൾ ഒന്നൊരു ആ ഒരു ഓലക്കണ്ണിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് നമ്മൾ അടുത്ത് തന്നെ വേണം, മാറരുത്. അത് കത്തിച്ചിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് പിന്നെ അതൊരു 1-1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ചോറ് വിളമ്പിയാൽ മതി കേട്ടോ. അപ്പോഴാണ് ഒക്കെ ചോറ് സെറ്റായി വരും. പിന്നെ അതിലേക്ക് 1 കിലോ ചിക്കൻ പൊരിച്ചതും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി സെറ്റാക്കിയിട്ട് ബിരിയാണി കൊടുത്ത്. ഇപ്പോൾ വാങ്ങുന്ന റേറ്റ് 850 കേട്ടോ 1 കിലോന്. ചിലപ്പോൾ വില കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ചിക്കൻ്റെ വിലയും അരിൻ്റെ വിലയും എല്ലാം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 850 വാങ്ങണത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.